KSRTC ബസ്സിലെ ചില കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും വല്ലാത്ത ഒരു സൂക്കേടാണ്. അതായത് ഈ സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എല്ലാവരോടും കൂടി പറഞ്ഞതാണ് ഇത് ഔദാര്യമല്ല, അവകാശമാണെന്ന്. പക്ഷേ ചില കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അത് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്തപ്പോൾ 2 ദിവസം തുടർച്ചയായി നടന്ന സംഭവം പറയാം. ഈ പ്രഖ്യാപനം കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് ഞാൻ ആദ്യമായി പ്രിയദർശിനി ബസ്സിൽ കയറുന്നത്. ബസ് എടുത്ത് കുറച്ച് ദൂരം പോയപ്പോൾ കുറെ സ്ത്രീകൾ, പ്രായമായ സ്ത്രീകൾ ബസ്സിലേക്ക് കയറുന്നു. അപ്പൊ പ്രായമായ സ്ത്രീകൾ അറിയാമല്ലോ, ഈ സ്റ്റെപ്പ് കുറച്ച് മുകളിലാണ്, അവർക്ക് കുറച്ച് കയറി വരാൻ, പിന്നെ ഈ പിടിച്ചടയ്ക്കുന്ന ഡോറാണ്, അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അപ്പോഴാണ് ഡ്രൈവർ പറയുന്നത്, സൗജന്യമല്ലേ തരുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് കയറി വാ, സൗജന്യം തന്നാലും കയറാൻ വയ്യേ എന്നും ചോദിച്ച് ഒരു പുച്ഛഭാവത്തോടുള്ള ചോദ്യം. പിന്നീട് അവർ കയറി ആ ഡ്രൈവറുമായിട്ട് ചിരിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്ഥിരം കയറുന്നവരാണ് എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഞാൻ കരുതി, സൗജന്യം എന്ന് എന്തിനാ നമ്മളിങ്ങനെ അടിച്ചടിച്ച് ഏൽപ്പിക്കുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സൗജന്യം തരാമെന്ന് അവരാണ് പറഞ്ഞത്, അതവർ പാലിച്ചു. അതിന് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും എന്താ? ഇന്നലെ മറ്റൊരു ബസ്സിൽ ഞാൻ കയറിയപ്പോൾ അതിന്റെ കണ്ടക്ടർ, ഒരു വനിതാ കണ്ടക്ടറാണ്, അവർ ചോദിക്കുന്നത്, എന്താ സ്ഥിരം പോകുന്ന സ്വകാര്യ ബസ് കിട്ടിയില്ലേ, സൗജന്യം വന്നതായപ്പോ KSRTC കയറുന്നോ, ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ സൗജന്യം, ഇവളുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഉണ്ടാക്കി വെച്ച പണത്തിൽ നിന്നാണോ നമ്മൾ സൗജന്യമായി യാത്ര ചെയ്യുന്നത്? അല്ല, സർക്കാർ സ്ത്രീകൾക്ക് നൽകിയ അവകാശത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സർക്കാർ ഈ ഫണ്ട് KSRTC കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്ത ഫണ്ടിലല്ല നമ്മൾ ആരും യാത്ര ചെയ്യുന്നത്. ഇത്തരം പുച്ഛഭാവത്തോടെ, സൗജന്യം എന്ന് പറയുമ്പോൾ കുറെ എണ്ണം കയറി വരും എന്ന തരത്തിൽ പുച്ഛഭാവത്തോടെ കാണുന്നവർക്ക് കൃത്യമായ മറുപടി ഗതാഗത മന്ത്രി കൊടുത്തില്ലെങ്കിൽ ഇത് പെണ്ണുങ്ങൾ തന്നെ കയറി ഇവരെയൊക്കെ മേയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര. KSRTC ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് അവർക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറയും. ഏതാണ്ട് അധികാരമേറ്റ 1 മാസത്തിനുള്ളിൽ തന്നെ ആ തീരുമാനം, 15 ദിവസം കൊണ്ട് തന്നെ ഈ തീരുമാനം എടുത്തു. അങ്ങനെ അവർ യാത്ര ചെയ്യുന്നു. ഈ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ കൊടുത്ത ആ വാഗ്ദാനത്തിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിരവധി സ്ത്രീകൾ UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് കയറിയത്. LDF വിരുദ്ധ വികാരമൊക്കെ ഉണ്ട്. പക്ഷേ ആ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ബാധകമാണ്. അപ്പോൾ KSRTC ജീവനക്കാരെന്ന് പറയുന്നത് ആ നിബന്ധനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കണം. KSRTC ജീവനക്കാർക്ക് ഈ പെരുമാറ്റത്തിന്റെ മോശം കൊണ്ട് അതായത് ഇപ്പോൾ സാധാരണ ഇതിലൊരു സാധാരണ സ്ത്രീയുടെ അടുത്ത് എന്ന് വെച്ചാൽ എന്താ സൗജന്യം അങ്ങോട്ട് കയറുന്നു പറയുമ്പോൾ അവർക്കൊരു ചമ്മല് വരും. ഏതാണ്ട് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന വണ്ടി ഇതൊക്കെ ഉള്ള രീതിയിൽ എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത്? ഇവരുൾപ്പെടെ അവരുടെ പൗരാവകാശം, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ട് ആ സർക്കാരിനെ അധികാരത്തിലേറ്റി. ഇനി അവരെ എതിർപക്ഷത്തിലാണ് വോട്ട് ചെയ്തതെന്ന് വെച്ചോ, എങ്കിൽ പോലും സ്ത്രീകൾക്ക് നൽകുന്ന അവകാശമാണ്, ഔദാര്യമല്ല എന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു. എന്നിട്ടും ഒരു വിഭാഗം ജീവനക്കാർ ഇത്തരം നിലപാടെടുക്കുന്നത് വളരെ മോശമാണ്. കാരണം നമുക്കറിയാലോ, നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ്സുകളിൽ ധാരാളം പേർ വേഗത്തിൽ കയറുന്നു, വേഗത്തിൽ ഇറങ്ങുന്നു. കാരണം എന്താ? നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യസമയത്ത് അവരെത്തിക്കുന്നു. KSRTC ബസ് പലപ്പോഴും ലക്ഷ്യസമയത്ത് എത്തുന്നില്ല എന്നൊരു ആരോപണം വളരെ കാലമായിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ബസ്സിന്റെ ഒരു നീളം, അതിനകത്ത് ഫുട്ബോളിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ കൊണ്ട് ആളുകൾ KSRTCയിൽ നിന്ന് മാറി പ്രൈവറ്റിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പോൾ എന്താ 30, 40, 50 ഒക്കെ രൂപ കൊടുത്ത് ദിവസേന ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. ഇവർക്ക് പ്രൈവറ്റ് ബസ് പോകുന്ന സമയത്ത് അരമണിക്കൂർ മുമ്പോ അരമണിക്കൂർ ശേഷമോ KSRTC ബസ് ഉണ്ടെങ്കിൽ അതിലേക്ക് കയറാം. ഒരു ദിവസം 30 മുതൽ 70 രൂപ മുതൽ 90 രൂപ വരെ ലാഭിക്കാൻ കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ അതൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കും. ആ പൈസ കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാം. ഇനി വേണ്ട, അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആ പണം ഉപയോഗിക്കാം. കാരണം എന്താ? സർക്കാർ നൽകിയ സൗജന്യമല്ലേ. ഇതിൽ ഈ KSRTC ജീവനക്കാർ എന്തിനാണ് അരിശം കൊള്ളുന്നത്? അവർ ഇങ്ങോട്ട് കയറി, വേഗം കയറുക എന്ന് പറയുന്നത് എന്തല്ല? ഈ KSRTCയിലെ കണ്ടക്ടറും ഡ്രൈവറും യൂണിഫോം ഊരി വെച്ചാൽ അവരും സാധാരണക്കാരല്ലേ. ആ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് ഇതുപോലെ സൗജന്യം കിട്ടുന്നില്ലേ? ഈ ഭാര്യയുടെ അനുജത്തിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഈ സൗജന്യം കിട്ടുന്നില്ലേ? അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവൃത്തി വളരെ മോശമാണ്. ഇത് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഗതാഗത മന്ത്രി CP ജോണും അടക്കമുള്ളവർ ശ്രദ്ധിക്കണം. മാത്രമല്ല KSRTCയുടെ MDയും ഗതാഗത സെക്രട്ടറിയും അടക്കമുള്ളവർ ഇത് ശ്രദ്ധിക്കണം. കാരണം ഇത് KSRTC ജീവനക്കാരും വനിതകളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകും. പക്ഷെ ചിത്രീകരിക്കപ്പെടുന്നത് UDF സർക്കാരിനെതിരെ ഇതാ സ്ത്രീകൾ രംഗത്തിറങ്ങിയെന്ന്. അങ്ങനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, KSRTCക്ക് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അത് നികത്താനുള്ള മാർഗം ആ ഭരണകൂടത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ സൗജന്യ യാത്ര നൽകിയത്.
100 ദിവസം കഴിഞ്ഞ് ഇതിന്റെ പഠനം നടത്തിയ ശേഷം ഈ സൗജന്യ യാത്ര ഫാസ്റ്റിലേക്കും സൂപ്പർ ഫാസ്റ്റിലേക്കും നീട്ടുമെന്ന് വരെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ആ രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ നിലപാട് കാണിക്കുന്നത് തെറ്റാണ്. കാരണം ഒരു കാലത്ത് KSRTC ജീവനക്കാർക്ക് ശമ്പളം പോലും ഇല്ലാതിരുന്നപ്പോൾ ഈ പൊതുസമൂഹം നിങ്ങൾക്കൊപ്പം നിന്നാണ്. അന്ന് സ്വകാര്യ ബസ്സുകളിൽ കയറാതെ കൂടുതൽ ആളുകൾ KSRTC ബസ്സിൽ മനഃപൂർവ്വം കയറിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ, അങ്ങനെയെങ്കിലും KSRTCക്ക് വരുമാനം ഉണ്ടാകട്ടെ, ആ വരുമാനം മൂലം അവർക്ക് ലാഭം ഉണ്ടായിട്ട് ശമ്പളം കിട്ടട്ടെ. അങ്ങനെ നിന്ന ജനങ്ങളെ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ കാണിച്ചാൽ ശക്തമായ തിരിച്ചടി നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. സാധാരണക്കാരായ സ്ത്രീകളാണ് ഇങ്ങനെ പ്രതികരിക്കരുത്. ഇപ്പൊ ധന്യെ പോലുള്ള ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ പ്രതികരിച്ചു കൂടായിരുന്നോ ഇതുപോലെ? തീർച്ചയായിട്ടും എനിക്ക് പ്രതികരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിജി. പക്ഷെ ഞാൻ പ്രതികരിച്ചാൽ എന്റെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതിന്റെ നമ്മുടെയൊക്കെ സ്വഭാവം നമുക്ക് തന്നെ നമ്മൾ തിരിച്ചറിയുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പിന്നെ ഞാൻ കരുതി എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് കരുതിയത്. ഈ സൗജന്യം വരുന്നതിന് മുൻപ് ഇതുപോലൊരു സങ്കടകരമായ ഒരു അനുഭവം ഞാൻ കണ്ടത് ഈ ബസ്സിൽ കയറുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കരമായ ഏറ്റവും കൂടുതൽ അനുഭവം സ്ത്രീകൾക്കുണ്ടാവുന്നത് ബസ്സിൽ കയറുമ്പോഴാണ്. അതിൽ ഒരെണ്ണം, ഞാനൊരു ബസ്സിൽ കയറിയപ്പോൾ ആ കണ്ടക്ടറെ കണ്ടാൽ തന്നെ ഒരു മൂശേട്ടയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളെ നിന്നൊക്കെ പണം വാങ്ങിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ എടുത്തോണ്ട് വാ ഇങ്ങോട്ട് എന്നുള്ള രീതി വലിച്ച്, എന്നാ നോട്ട് കീറിപ്പോകും എന്നൊക്കെ. ഈ നോട്ടിനോടാണോ ഇയാൾക്ക് ദേഷ്യം, നമ്മളോടാണോ ദേഷ്യം എന്ന് നമുക്ക് പറയാം. നല്ലവരായ കണ്ടക്ടർമാരുണ്ട്, ഇല്ല എന്നല്ല. അപ്പോ അവര് കയറിയതിന് ശേഷം ഒരു അമ്മുമ്മ കയറി അവര് ഈ പിന്നെ ഏതോ വീട്ടുജോലിക്ക് പോയിട്ട് വരുന്ന ഒരു അമ്മയാണ്. ആ വീട്ടുജോലി എന്ന് പറയുന്നത് നല്ല ക്ഷീണിച്ചൊക്കെ വരുന്നതാണ്. അവർ കയറിയിട്ട് ഈ കയറ് കെട്ടിയിട്ടുണ്ടല്ലോ, ഇത് വലിച്ചടയ്ക്കാൻ 2 പേര് വേണം. അതാണ് ഏറ്റവും പാട്. അതൊന്നും നിർത്തലാക്കിയിട്ട് മര്യാദയ്ക്ക് ഈ കയറ് കെട്ടി നമ്മൾ വലിക്കണം. അപ്പൊ ഈ അമ്മൂമ്മ വലിച്ചിട്ട് അത് അടയുന്നില്ല. അപ്പോൾ അവര് കുറച്ചുകൂടെ ബലത്തില് അവരുടെ മാക്സിമം ശക്തി ഉപയോഗിച്ച് അവർ വലിച്ചപ്പോഴാണ് ഈ കണ്ടക്ടർ വെക്കണേ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്നും അല്ല ഇത് പൊളിച്ചിടാനായിട്ട്, ഇത് സർക്കാരിന്റെ വകയാണ്. അമ്മൂമ്മയാണെങ്കിൽ ഒരു വയോധികയായ ഒരു സ്ത്രീ, അവരെ കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ മുഖത്ത് പോലും പറയാൻ തോന്നൂല. അങ്ങനെ അവരാണെങ്കിൽ അങ്ങനെയല്ല സാറേ, അങ്ങനെയല്ല, അത് അങ്ങനെയല്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് കയറി. സത്യത്തിൽ എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. എന്നിട്ട് അത് കഴിഞ്ഞ് ഇയാള് എൻ്റെ നിന്ന് പൈസ വാങ്ങാൻ നേരത്ത് പിന്നെ 15 രൂപ 18 രൂപയാണ്. അപ്പം ഞാൻ പൈസ കൊടുത്തപ്പോൾ 20 കൊടുത്തപ്പോൾ എന്നോട് 2 രൂപ 5 രൂപ എങ്ങാണ്ട് ചോദിച്ചു. എനിക്കത് കൃത്യമായ ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ, കാരണം ഇത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് അങ്ങ് മാറി. അപ്പം ഞാൻ എൻ്റെ ഇല്ല, ഇല്ലെങ്കിൽ ബാക്കി തരില്ല. ഞാൻ പറഞ്ഞു ബാക്കി തരാതെ ഈ ബസ്സൊന്നും എടുക്കുന്ന ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ബാക്കി കിട്ടണോ എന്ന് പറഞ്ഞു. ഇയാള് മുട കാണിക്കുമെങ്കിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇയാളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഇയാൾ എന്തോ നമ്മൾ തിരിച്ച് സംസാരിച്ചപ്പോ ഇയാൾക്കത് ഇതായിട്ട് ഇയാള് എന്റെ ബാക്കി തന്നിട്ട് പോയി. അപ്പോ തിരിച്ച് സംസാരിക്കുമ്പോൾ ഭയമുണ്ട്. അല്ലാത്ത സ്ത്രീകളുടെ നെഞ്ചത്ത് കയറുന്ന പൊങ്കാലയിടുന്ന പല കണ്ടക്ടർമാരുണ്ട്. ഇതുപോലൊരു പറഞ്ഞാലും തീരൂലേ KSRTC. കാരണം നമ്മൾ സ്ഥിരം യാത്ര ചെയ്യും. ഇതുപോലൊരു അനുഭവം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ജോലി സംബന്ധമായി വരികയാണ്. രാത്രിയാണ്, എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കയറണം. ഞാൻ ആലപ്പുഴ എത്തിയപ്പോ ഒരു ഞരമ്പ് രോഗി മഹാവൃത്തികെട്ടവൻ, അവൻ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവൻ നമ്മള് ഇരുന്ന് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. അവൻ വന്ന് എൻ്റെ പുറകെ ഇങ്ങനെ പിടിച്ചിട്ട് പോയി. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുമ്പോ ഇവൻ അങ്ങ് ഇറങ്ങി 3ാമത്തെ സ്റ്റെപ്പ് എത്തിയതേ ഉള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ ആ കണ്ടക്ടറോട് പറഞ്ഞു, അയാൾ എന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു. കേട്ട ഭാവം അയാൾ കാണിച്ചില്ല. എനിക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പോലും അനുവാദം ഇല്ലാതെ വേറൊരുത്തൻ തൊടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ കൊല്ലണോ എന്ത് ചെയ്യണോന്ന് അറിയാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്. അയാൾ ഇറങ്ങി അങ്ങ് പോയി. ഇയാളൊരു അക്ഷരം മിണ്ടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ബസ്സിൽ ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ നമ്മളിനി എന്തെങ്കിലും പ്രതികരിച്ചാൽ അപ്പൊ നമുക്ക് ഭയം കൂടി. ഇവൻ മിണ്ടാതിരുന്നിട്ട് ഇനി ഇവൻ നമ്മളെ കയറി വല്ലതും ചെയ്യൂ എന്നൊക്കെ ഉള്ളൊരു ഭയം. അത്തരം മോശമായ അനുഭവമുണ്ട്. നല്ല അനുഭവമുണ്ട്. ഇതിൽ കൂടെ അതും പറയണമല്ലോ. ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാത്രി എൻ്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഏകദേശം ഒരു 11-11:30 ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കുകയാണ്, വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമല്ലോ അല്ലേ വിളിക്കാനായിട്ട്? ഒറ്റയ്ക്കാണ് ഇറങ്ങുന്നത്, ഇവിടെ ഓട്ടോയൊന്നും കാണുന്നില്ല, ആളും ഇല്ല, വരുമല്ലോ ഉറപ്പല്ലേ? അത്രയും എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ആള് വരട്ടെ എന്ന രീതിയിലുള്ള മനോഭാവമുള്ള കണ്ടക്ടർമാരും
ഡ്രൈവർമാരുണ്ട് എന്നും ഈ യാത്രക്കിടയിൽ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ പുഴുക്കുത്തുകളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും വെള്ളം കുടിക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ ജനങ്ങൾ എടുത്തിട്ട് ഇവരെയൊക്കെ മേയും. കാരണം ഇവന്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല നമ്മൾ സൗജന്യ യാത്ര നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം നിങ്ങൾ പാലിക്കുന്നു, ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത് പാലിക്കുന്നു. അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന കുടുംബ സ്വത്തൊന്നും വെച്ചിട്ടല്ല കേരളത്തിലെ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുന്നത്. അത് ആദ്യം KSRTCയിലെ ജീവനക്കാരോട് ഗതാഗത മന്ത്രി വേണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ഇപ്പൊ ഗവൺമെന്റിന്റെ ഈ ഒരു പദ്ധതിയോട് വലിയ സ്വീകാര്യത സ്ത്രീകൾക്ക് ഉണ്ട്. ഗവൺമെന്റിനോടും ആ സ്വീകാര്യതയുണ്ട്. കാരണം സ്ത്രീകൾ ഇന്ന് പറയുന്നതേ പുറകിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിത് കേൾക്കാൻ കഴിയും. സ്ത്രീകൾ പറയുന്നത് പിന്നെ വയസ്സായ മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ, ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് ഇനി ഇത് നിർത്തിയൊന്നുമില്ല, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് മുഖ്യമന്ത്രി, സാധാരണക്കാരന്റെ ഒരു നിർത്തുവന്ന്. അപ്പം അടുത്തിരുന്ന ആള് പറയുന്ന എല്ലാം പാവപ്പെട്ട സാധാരണ അമ്മമാരാണ്. ആ ചെറുക്ക അങ്ങനെ മുഖ്യമന്ത്രി പറയുന്നതാണ്, ആ ചെറുക്ക അങ്ങനെ നിർത്തിയൊന്നുമില്ല, അത് കൊണ്ടുപോകും, ഇനി അടുത്ത പ്രാവശ്യം അവർ വന്നാലും നമുക്ക് കിട്ടും, ഇതിനി നിർത്താനൊന്നും പോകുന്നില്ല. അമ്മമാരുടെ ആ ഒരു സന്തോഷം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പുരുഷന്മാരായ കണ്ടക്ടർമാർക്ക് ഇത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. സ്ത്രീകൾ സൗജന്യം, കാരണം അവരെ വീട്ടിലുണ്ടല്ലോ സ്ത്രീകൾ, അപ്പൊ ഒരു രണ്ടറ്റ കൂട്ടിമുട്ടിക്കാൻ അവര് ബുദ്ധിമുട്ടുന്നേക്ക് അറിയാം. പക്ഷെ ചില പെണ്ണുങ്ങളായ കണ്ടക്ടർമാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. ആ ചൊറിച്ചില് കയറുന്ന സ്ത്രീകൾ തീർത്തു കൊടുക്കുമ്പോ മന്ത്രി പിന്നെ ആളുകളുടെ നെഞ്ചത്തിട്ട് കയറാൻ വരരുത്.